ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ റോസാണിത്. അപ്പം ഇത് ഇങ്ങനെ നന്നായിട്ട് പടർന്നു വരുന്നൊരു ചെടിയാണ്. അപ്പം നമുക്ക് വള്ളിച്ചെടികളൊക്കെ പടർത്താൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു സ്റ്റാൻഡാണ് കാണിക്കുന്നത്. അപ്പം നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ യൂട്യൂബ് ഫാമിലി 1K ആയിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ വെളിച്ചെടിക്ക് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ 3 കമ്പിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്ക് മുളയുടെ കമ്പോ അല്ലെങ്കിൽ പൈപ്പ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ നമ്മുടെ ഏതുള്ളതെന്ന് വെച്ചാൽ അത് നമുക്ക് എടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പഴയ ഒരു ഇരുമ്പ് കമ്പിയാണ് എടുത്തേക്കുന്നത്. നമ്മളിപ്പോൾ ഈ എടുത്തിരിക്കുന്ന ഈ കമ്പി നമ്മൾ ഈ പോട്ടിനകത്തോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ്, 3 സൈഡിലായിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇത് മണ്ണിട്ട് ഉറപ്പിക്കണം. ഇപ്പം നമ്മളിവിടെ സിമ്പിളായിട്ടുള്ളൊരു രീതിയിലാണ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് നമ്മൾ പൈപ്പൊക്കെ വെച്ച് ഒരു നല്ലൊരു വള്ളിച്ചെടി വളർത്താവുന്ന ഒരു സ്റ്റാൻഡിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് വേണ്ടവർക്ക് അത് നോക്കാം. ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം നല്ലതായിട്ട് മണ്ണിട്ട് നമുക്കൊന്ന് ഉറപ്പിച്ച് കൊടുക്കാം. ഇത് കണ്ടോ, ഇപ്പം നമ്മൾ 3 സൈഡിലായിട്ട് നമ്മുടെ ഈ കമ്പിയാണെങ്കിൽ നിറച്ച് മണ്ണൊക്കെ ഇട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് കയർ ചുറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്റിക് കയർ വെച്ച് ഇത് മൊത്തം ഒന്ന് നമ്മൾ ചുറ്റിയെടുക്കുവാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ഇവിടെ ഒരു ചെറിയൊരു ചുറ്റലൂടെ കൊടുത്ത് വേണം മേളോട്ട് കെട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ റോസയാണ്. ഇതിനകത്തോട്ട് ഇടയ്ക്കൂടൊന്ന് എടുത്ത് ഇതിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. നമ്മുടെ ശംഖുപുഷ്പമൊക്കെ ആണെങ്കിൽ ചെറിയ പ്ലാന്റ് അല്ലേ, അതൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഇതിനകത്ത് പടർത്തിയെടുക്കാം. ഏത് വള്ളിച്ചെടിയും നമുക്കിതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു ചട്ടിയിൽ ഒതുക്കി നമുക്ക് വളർത്താനായിട്ട് പറ്റും. നമ്മുടെ ആകാശമുല്ല, അതുപോലെ ശംഖുപുഷ്പം, അതുപോലുള്ള കുഞ്ഞു ചെടികളൊക്കെ പടർത്താൻ ഏറ്റവും നല്ലതാണ്. റോസയും നമുക്കിതുപോലെയൊക്കെ പടർത്താം. അപ്പം വീഡിയോ യൂസ്ഫുൾ ആയാലും തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.